എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ ഇമോഷണൽ കോഷ്യൻറ്റിൻ്റെ 4 പില്ലേഴ്സ്, അത് 4 പ്രധാനപ്പെട്ട തൂണുകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻറ്റ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവും, അതായത് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യം, കഴിവ്, പിന്നെ അതിനെ സ്വന്തം ഇമോഷൻസിനെ മാനേജ് ചെയ്യുവാനുള്ള കഴിവ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യുവാനുള്ള കഴിവ്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള, സംസാരിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുമായി സഹതാപത്തോടുകൂടി, അതിനേക്കാൾ കൂടുതൽ സഹതാപം പ്ലസ് അവരെ സഹായിക്കാവുന്നൊരു കപ്പാസിറ്റി, ഇതിനുള്ള കഴിവ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ചലഞ്ചസിനെയും, ജീവിതത്തിൽ വരുന്ന ചലഞ്ചസിനെയും, എന്തെങ്കിലും കൺഫ്ലിക്റ്റ്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കുന്ന ഒരാളുടെ കഴിവിനെ, ഒരാളുടെ വ്യക്തിത്വ സ്വഭാവത്തെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അളവുകോലാണ് ഇമോഷണൽ കോഷ്യൻറ്റ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം, ഒരാളുടെ ഇമോഷണൽ കോഷ്യൻറ്റ് ചെക്ക് ചെയ്യണം, ഒരാളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം എന്നെല്ലാം. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ അളവുകോലാണ് ഇമോഷണൽ കോഷ്യൻറ്റ്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും, സ്വന്തം ഇമോഷൻസിനെ അംഗീകരിക്കുവാനും, അതിനനുസരിച്ച് മാനേജ് ചെയ്യുവാനും, അതേപോലെ പോസിറ്റീവ് വേസ് ഉപയോഗിച്ച് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും, മറ്റുള്ളവരെ സഹതിപ്പിക്കാനും, അതിനുപരി അവരെ സഹായിക്കുവാനും, ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും കൺഫ്ലിക്ട്സിനെയും എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരാളുടെ കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസിന് 4 പ്രധാനപ്പെട്ട തൂണുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം സെൽഫ് അവെയർനെസ്, രണ്ടാമത് സെൽഫ് മാനേജ്മെൻറ്റ്, മൂന്നാമത് സോഷ്യൽ അവെയർനെസ്, നാലാമത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് സെൽഫ് അവെയർനെസ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകളിൽ ആദ്യത്തെ തൂണിൻ്റെ പേരാണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് പറഞ്ഞാൽ സ്വയം അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇമോഷണൽ സെൽഫ് അവെയർനെസ് അദ്ദേഹത്തിനെ സ്വയം അറിയുവാനും, സ്വയം മനസ്സിലാക്കുവാനും, സ്വന്തം ഫീലിങ്സിനെ മനസ്സിലാക്കുവാനുമുള്ള കഴിവാണ് സെൽഫ് അവെയർനെസ്. സ്വയം മനസ്സിലാക്കുന്ന ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള സെൽഫ് അസസ്മെൻറ്റ്, സ്വയം അംഗീകരിക്കുവാനുള്ള, സ്വയം മനസ്സിലാക്കുവാനുള്ള, അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തിനെയും കഴിവുകളെയും കഴിവുകേടുകളെയും വീക്ക്നെസ്സിനെയും മനസ്സിലാക്കുവാനുള്ള ഒരാളുടെ അവസ്ഥ, കഴിവ്, അത് മനസ്സിലായിരിക്കണം. ആ ഒരു സെൽഫ് അവെയർനെസ് അദ്ദേഹത്തിന് വേണം. അതിൻ്റെ കൂടെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, സ്വന്തം കഴിവുകളിൽ വിശ്വാസം, ട്രസ്റ്റ്, ഫെയ്ത്ത് ഉണ്ടാവുക എന്നുള്ളതും ഈ സെൽഫ് അവെയർനെസ്സിൻ്റെ ഭാഗമാണ്. ആദ്യത്തെ തൂണെന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. ഇനി രണ്ടാമത്തെ തൂണെന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെൻ്റ് ആണ്. എമോഷണൽ സെൽഫ് കൺട്രോൾ, നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. രണ്ടാമത് ഈ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഈ സെൽഫ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല അച്ചീവ്മെൻറ്റ്, കാര്യങ്ങളെ അച്ചീവ് ചെയ്യുവാനുള്ള ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം. ഇനീഷ്യേറ്റീവ്, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വയം ഞാനതിന് തയ്യാറാണ് എന്ന് പറയുന്ന സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രശ്നങ്ങളെ മറികടന്ന് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതേപോലെ ട്രാൻസ്പെറൻസി, നല്ല ഓണസ്റ്റ് ആയിരിക്കണം ആൾ, നല്ല രീതിയിൽ മറ്റുള്ളവർ ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യണം, നല്ല രീതിയിൽ പെരുമാറണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അതായത് ആൾ വിശ്വാസയോഗ്യം ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ആളൊരു വിശ്വസ്തനായിരിക്കണം. അതേപോലെ അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യത്തിനെയും നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്ന, എല്ലാ സാഹചര്യങ്ങളോടും നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തി. അതേപോലെ ഒപ്റ്റിമിസം, ഭാവിയെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള, എല്ലാം നന്നായി നടക്കും എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇത്തരം ബിഹേവിയറൽ പാറ്റേൺ, ഇത്തരം ചിന്തകൾ, ഇത്തരം കഴിവുകൾ സെൽഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഗണത്തിൽപ്പെടുന്നു. അടുത്തതാണ് സോഷ്യൽ അവെയർനെസ്. സാഹചര്യവശാൽ, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാം, സൊസൈറ്റിയുമായി എങ്ങനെ ഇദ്ദേഹം ഇടപഴകും, സൊസൈറ്റിയുമായി എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പരിചയം പുതുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം, അവരുമായിട്ട് എങ്ങനെ ഇടപെടും എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ സോഷ്യൽ അവെയർനെസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ തൂണിലാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എംപതി. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ അംഗീകരിക്കണം, അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കണം, അവരെ മനസ്സിലാക്കണം എന്നെല്ലാം നമുക്കറിയാം. എംപതി എന്ന് പറയുന്നത് സിമ്പതി അല്ല. സിമ്പതി എന്ന് പറയുന്നത് ചുമ്മാ അവരെ കണ്ട് സഹതപിക്കുക, അവരുടെ അവസ്ഥയിൽ സഹതപിക്കുക. എംപതി എന്ന് പറയുന്നത് സഹതപിച്ചാൽ മാത്രം പോരാ, അവരുടെ കൂടെ നിന്ന് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ അവരെ സഹായിക്കുകയും വേണം എന്നുള്ളതാണ് എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എംപതി സോഷ്യൽ അവയർനെസ്സിൽ വളരെയധികം അത്യാവശ്യമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ആവശ്യമുള്ള സമയത്ത് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പിന്നീട് സർവീസ് ഓറിയൻറ്റേഷൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, സമൂഹത്തെ സഹായിക്കാൻ സദാ സന്നദ്ധനാവുന്ന ഒരു മാനസികാവസ്ഥ, ഇത് സോഷ്യൽ അവയർനെസ്സിൽപ്പെടും. പിന്നീട് ഓർഗനൈസേഷണൽ അവയർനെസ്, ഏത് സാഹചര്യത്തിലാണോ അദ്ദേഹം നിൽക്കുന്നത്, ഏത് ഓർഗനൈസേഷനിലാണോ അദ്ദേഹം നിൽക്കുന്നത്, ഏത് ഗ്രൂപ്പിലാണോ അദ്ദേഹം നിൽക്കുന്നത്, ആ സാഹചര്യത്തെ, ആ ഓർഗനൈസേഷനെ, ആ ഗ്രൂപ്പിലെ അതിലെ ഓരോ മനുഷ്യരെയും നല്ല രീതിയിൽ മനസ്സിലാക്കി അവരുമായി ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാവരെയും ഏകോപിപ്പിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതെല്ലാം സോഷ്യൽ അവയർനെസ്സിൽ വരുന്നു. നാലാമത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു രീതി. ഇൻസ്പിരേഷണൽ ലീഡർഷിപ്പ്, അതായത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്ന റോൾ മോഡലായ, അത് മാത്രമല്ല ഒരു അതോറിറ്റി ഫിഗർ, പവർഫുൾ ഫിഗർ എന്നുള്ള വ്യക്തി, അതാണ് ഈ റിലേഷൻഷിപ്പിൽ വരുന്നത്. അതായത് ഇൻഫ്ലുവൻസ്, രണ്ടാമത് ഇൻഫ്ലുവൻസ് ആണ്. മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കും, അതേപോലെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് പെർസ്വേസീവായി അവരെ നിർബന്ധിതരാക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള വഴികൾ എഫക്റ്റീവ്ലി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. നല്ല വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് പെർസ്വേസീവായിട്ടുള്ള, നിർബന്ധപൂർവമുള്ള, പക്ഷേ ക്ലിയറായിട്ട് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള, മറ്റുള്ളവരെ നിർബന്ധിപ്പിക്കുന്ന ചിലതരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിത്വം. അതേപോലെ കൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നത് റിലേഷൻഷിപ്പാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ, മറ്റ് വ്യക്തികളുമായിട്ട് ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിന് ഭംഗിയായി മാനേജ് ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥ. അതേപോലെ ചേഞ്ച് കാറ്റലിസ്റ്റ്, മാറ്റങ്ങൾക്ക് ഇദ്ദേഹം ഒരു കാരണക്കാരനായി മാറുന്ന ഒരവസ്ഥ. മാറ്റങ്ങളുണ്ടാവും, ആ മാറ്റങ്ങൾക്ക് കാരണക്കാരനായി മാറുന്ന ഒരവസ്ഥ. മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യുവാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ്, അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ അവരുടെ നല്ല വശങ്ങൾ പറഞ്ഞ് അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത്, വേണ്ടതായ മാർഗനിർദ്ദേശം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുവാനുള്ള ഒരു കഴിവ്, അതും ഈ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ പെടുന്നതാണ്. അടുത്തത് പിന്നെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ എല്ലാവരുമായും സഹകരിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, അതിന് തക്കവണ്ണം ഈ ഓർഗനൈസേഷൻ്റെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥ. ഇതെല്ലാമാണ് വരുന്നത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 4 തൂണുകൾ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ 4 തൂണുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ 4 തൂണുകളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭംഗിയായി ഉൾക്കൊള്ളിച്ചു കൊണ്ടുവേണം അദ്ദേഹം മുന്നോട്ട് പോകാൻ. സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനുള്ള, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ സ്കിൽസ്, കഴിവുകൾ. സോഷ്യൽ അവയർനെസ്, വാംത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായി മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരുടെ കൂടെ നിൽക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ്. ഇമോഷണൽ റെസിലിയൻസ്, പെട്ടെന്ന് തകർന്നു പോകാത്ത ഒരവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരാത്ത അവസ്ഥ. ഇതെല്ലാം ആസ്പെക്ട്സ് ആണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനും ഫ്രണ്ട്ഷിപ്പിനും എല്ലാം ഇതെല്ലാം ആവശ്യമാണ്. വീണ്ടും പഠനങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈ 4 പില്ലേഴ്സാണ് നമ്മുടെ ഈ വിഷയങ്ങളിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഭംഗിയായി ഒരാളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഇമോഷണൽ സെൽഫ് റെസിലിയൻ്റായി, സോഷ്യലായിട്ട് അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി, സ്വന്തം കാര്യങ്ങളിൽ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാളായി മാറ്റിയെടുക്കുവാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 തൂണുകളെക്കുറിച്ചാണ്. ഈ 4 തൂണുകളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവഗാഹം നേടിയാൽ, കൂടുതൽ അറിവ് നേടിയാൽ ഇദ്ദേഹത്തിന് ആ 4 പില്ലേഴ്സിനെയും 4 തൂണുകളെയും സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അളവുകോലാണ് ഇമോഷണൽ ക്വോഷ്യൻ്റ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ സംയമനത്തോടു കൂടി നേരിടാൻ കഴിയുകയും ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വമായി മാറുകയും മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ സ്വന്തം ജീവിതത്തെയും സക്സസ്ഫുള്ളായി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ 4 തൂണുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ശ്രമിക്കുക.